Ark Malayalam's പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കൂടി നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്ന 5 എസൻഷ്യൽ സ്റ്റൈൽ ടിപ്പുകളെ കുറിച്ചാണ്. അതായത് ഞാൻ പറയുന്ന ഈ 5 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സ്റ്റൈലിനെ നിങ്ങൾക്ക് ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് കഴിയും, അല്ലെങ്കിൽ ഒന്ന് നെക്സ്റ്റ് ലെവലിലേക്ക് ഉയർത്താനായിട്ട് കഴിയുന്ന 5 കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ കൂടി നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ഈ 5 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും കൂടെയുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക. 5 എസൻഷ്യൽ സ്റ്റൈൽ ടിപ്സിൽ ആദ്യമായിട്ട് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് വിയർ വിത്ത് കോൺഫിഡൻസ്. അതായത് നമ്മളൊരു ഷർട്ടോ പാൻറ്റോ ഷൂ ഒക്കെ തിരഞ്ഞെടുക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ധരിക്കുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം, ഇത് നമുക്ക് കറക്റ്റായിട്ട് ചേരുന്ന ഒരു പ്രോഡക്റ്റ് ആണ് എന്നുള്ളത്. ഇങ്ങനെ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഇല്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എത്ര വളരെ സ്റ്റൈലിഷ് ആയിട്ട് ഡ്രസ്സ് ചെയ്തുകൊണ്ട് പോയാലും നമ്മുടെ മുഖത്ത് ആ ഒരു കോൺഫിഡൻസ് ഇല്ലെങ്കിൽ കാണുന്നവർക്ക് ഒരു അട്രാക്ഷൻ തോന്നാനുള്ള സാധ്യത ഇവിടെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മളിത് തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ ശ്രദ്ധിക്കുക, നമുക്ക് കംഫർട്ടായിട്ടുള്ള ഡ്രസ്സാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് നമ്മൾ ആദ്യം തന്നെ ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളെ കാണുമ്പോൾ മറ്റുള്ളവർക്ക് ഒരു അട്രാക്ഷൻ തോന്നാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കഴിയുന്ന നമ്മൾ ഡ്രസ്സുകൾ തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ നമുക്ക് ചേരുന്ന ഡ്രസ്സുകൾ തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ രണ്ടാമത്തെ സ്റ്റൈൽ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ ഹെയർ സ്റ്റൈൽ ആൻഡ് ബിയേർഡ് സ്റ്റൈൽ. നമ്മളൊരു ഹെയർ സ്റ്റൈലോ ബിയേർഡ് സ്റ്റൈലോ ഒക്കെ തിരഞ്ഞെടുക്കുമ്പോൾ കഴിയുന്നത് നമ്മൾ ട്രെൻഡിന് പിറകെ പോകാതിരിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ട്രെൻഡിന് പുറകെ നമ്മൾ പോകുമ്പോൾ നമ്മുടെ ഫേസ് ഷേപ്പിന് ചേരാത്ത ഹെയർ സ്റ്റൈലുകളും ബിയേർഡ് സ്റ്റൈലുകളൊക്കെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മളെ കാണാൻ ഭയങ്കര ബോറായിട്ട് മാറും. ഇപ്പോഴത്തെ ട്രെൻഡ് ഇതാണെന്ന് കരുതി അതിന് പുറകെ പോകാതിരിക്കാനായിട്ട് ശ്രമിക്കുക. അതിന് പകരം നമ്മുടെ ഫേസ് ഷേപ്പ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മുടെ ഫേസ് ഷേപ്പിന് ചേരുന്ന ഹെയർ സ്റ്റൈലുകളും ബിയേർഡ് സ്റ്റൈലുകളും നമ്മൾ എപ്പോഴും തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ മൂന്നാമത്തെ സ്റ്റൈൽ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഫിറ്റ് ഈസ് കിങ് എന്നാണ് പറയപ്പെടുന്നത്. നമ്മൾ ഷർട്ടോ പാൻറ്റോ ഒക്കെ തിരഞ്ഞെടുക്കാനായിട്ട് പോകുമ്പോൾ കറക്റ്റ് ഫിറ്റ് ആയിട്ടുള്ള ഷർട്ടും പാൻറ്റുകളും തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതല്ലാതെ നമുക്ക് ഒരുപാട് ലൂസ് ആയിട്ടുള്ള ഒരുപാട് സ്കിന്നി ആയിട്ടുള്ള ഡ്രസ്സുകളാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ നമ്മുടെ സ്റ്റൈലിൽ ഇത് നമ്മൾ ഡീഗ്രേഡ് ചെയ്യുന്ന നമ്മൾ തടിച്ച് താഴ്ത്തപ്പെടുന്ന ഒന്നായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള ഡ്രസ്സുകൾ തിരഞ്ഞെടുക്കുക, കറക്റ്റ് ഫിറ്റ് ആയിട്ടുള്ള ഡ്രസ്സുകൾ തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾ ഷർട്ട് തിരഞ്ഞെടുക്കുമ്പോൾ കറക്റ്റ് ഫിറ്റ് ആയിട്ടുള്ള ഒരു ഡ്രസ്സ് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഷർട്ട് എടുക്കുക അല്ലെങ്കിൽ ആ പാൻറ്റ് എടുക്കുക, എന്നിട്ട് നമ്മൾ ടൈലറിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയിട്ട് കറക്റ്റ് ഫിറ്റ് ആയിട്ടുള്ള രീതിയിൽ ഇത് മാറ്റിയെടുക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ നാലാമത്തെ സ്റ്റൈൽ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ യൂസിങ് ആക്സസറീസ്. ആക്സസറീസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമുക്കൊരു സൺഗ്ലാസ്, ഒരു റിങ്, അതല്ലെങ്കിൽ ഒരു വാച്ച്, ഒരു ഷൂ, ഇതിനൊക്കെയാണ് നമ്മൾ ആക്സസറീസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ കഴിയുന്നതും ഇങ്ങനെയുള്ള ആക്സസറീസ് ധരിച്ചുകൊണ്ട് നമ്മൾ പുറത്തേക്ക്, വീടിന് പുറത്തേക്കോ അല്ലെങ്കിൽ ഒരു പാർട്ടിക്കോ മീറ്റിങ്ങിനോ എന്തെങ്കിലും ഒരു പ്രോഗ്രാമിന് പോകുമ്പോൾ ഇങ്ങനെയുള്ള ആക്സസറീസ് ധരിച്ചുകൊണ്ട് തന്നെ പോകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് മറ്റുള്ളവരിൽ നിന്നും ഒരു ഡിഫറൻറ്റ് ഫീൽ ചെയ്യും, ആളുകൾ നമ്മളെ ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങും. അതുകൊണ്ട് കഴിയുന്നത് നിങ്ങൾ വീടിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇങ്ങനെയുള്ള ആക്സസറീസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി എല്ലാ ആക്സസറീസും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, നമുക്ക് റിങ്ങും അതുപോലെ തന്നെ ഈ ഒരു ഗ്ലാസും ഒക്കെ യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളൊരു ഷൂവും ഒരു വാച്ചും ധരിച്ചുകൊണ്ടെങ്കിലും പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ ഇത് വലിയൊരു മിസ്റ്റേക്കാണ്. കാരണം നമ്മളൊരു ചെരുപ്പും അതിനോടൊപ്പം തന്നെ ഒരു വാച്ച് ഇല്ലാതെയൊക്കെ പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഓൾഡ് ജനറേഷനിലേക്ക് നമ്മൾ മാറാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കഴിയുന്നത് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈവൻ ഒരു വാച്ചും ഒരു ഷൂ എങ്കിലും ധരിച്ചുകൊണ്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ 5th സ്റ്റൈൽ ടിപ്പ് അല്ലെങ്കിൽ നമ്മുടെ അവസാന സ്റ്റൈൽ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ സ്മൈൽ. നമ്മൾ ഒരാളുമായിട്ട് ഇടപഴകാനായിട്ടോ അല്ലെങ്കിൽ ഒരാളോട് സംസാരിക്കാനായിട്ടോ ഒരാളായിട്ട് മീറ്റ് ചെയ്യാനോ പോകുമ്പോൾ നമ്മൾ ചെറിയൊരു പുഞ്ചിരിയുമായിട്ട് അവരെ സമീപിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ അവരുടെ മനസ്സിൽ നമ്മുടെ മുഖം പതിഞ്ഞു കിടക്കാനുള്ള സാധ്യതയുണ്ട്. അടുത്ത തവണ കാണുമ്പോൾ അവർ ഇങ്ങോട്ട് വന്ന് നമ്മളായിട്ട് സംസാരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. നമ്മുടെ പേഴ്സണാലിറ്റി ഉയർത്തി കെട്ടാനുള്ള ഒന്നായിട്ട് ഈ ചെറിയൊരു പുഞ്ചിരി മാറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരുമായിട്ട് ഇടപെടുമ്പോൾ ചെറിയൊരു പുഞ്ചിരിയുമായിട്ട് ഇടപെടുക. ഇത് ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ആയിരിക്കാം, ചിലപ്പോൾ നമ്മുടെ കോവർക്കേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സ് ആയിരിക്കാം. എപ്പോഴും കാണുന്നവരാണ് എന്ന് കരുതി നമ്മൾ ആ ഒരു പുഞ്ചിരി അവോയ്ഡ് ചെയ്യേണ്ട കാര്യമില്ല. എപ്പോഴും നമുക്ക് യാതൊരു നഷ്ടവുമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയൊരു പുഞ്ചിരിയുമായിട്ട് തന്നെ എല്ലാവരുമായിട്ട് ഇടപെടാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ സ്റ്റൈലിൽ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് ഈ ഒരു ചെറിയൊരു പുഞ്ചിരി ഇവിടെ നമ്മളെ സഹായിക്കുന്നതാണ്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ കൂടി നമ്മൾ പറഞ്ഞു വന്നത് 5 എസൻഷ്യൽ സ്റ്റൈൽ ടിപ്പുകളെ കുറിച്ചാണ്. ഈ ഒരു സ്റ്റൈൽ ടിപ്പുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സ്റ്റൈലിനെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് കഴിയും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എനിക്കൊരു ലൈക്ക് തന്നിട്ട് പോകും. അതുപോലെ എന്തെങ്കിലും കമൻറ്റോ നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കൂടി എന്നെ അറിയിക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ കൂടിയുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക.